എങ്ങനെയാണ് ഷുഗർ അതായത് ഗ്ലൂക്കോസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയും, AGEs ഷോർട്ട് ഫോമിൽ പറയും. എന്താണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മേശപ്പുറത്ത് അല്പം പഞ്ചസാര അല്ലെ ഗ്ലൂക്കോസ് നമ്മൾ ഇടുന്നു, ഇച്ചിരി നനവോടുകൂടി ഇടുന്നു. അവിടെ അതിനൊരു പശയുണ്ട്, നമുക്ക് ഒട്ടിയിരിക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുന്ന ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ഗ്ലൂക്കോസിനും ഈ ഒട്ടലുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡില് ഏതാണ്ട് 50,000 തരം ഡിഫറെന്റ് പ്രോട്ടീൻ മെറ്റീരിയൽസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഈ പ്രോട്ടീനും ഈ പ്രോട്ടീൻ പാർട്ടിക്കിൾസും ഈ ഗ്ലൂക്കോസിന്റെ മോളിക്യൂൾ തമ്മിൽ ഒട്ടും. ഇതിനെയാണ് അതിൽ കൂടി ഒട്ടി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെയാണ് AGEs എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് ഉള്ളവർക്ക് അറിയാം, HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്താണത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീനും ഗ്ലൂക്കോസ് മോളിക്യൂളും തമ്മിൽ ഒട്ടി കഴിഞ്ഞ 3 മാസം ആ ഒട്ടലിന്റെ ഫലമായിട്ട് അത് എത്രയുണ്ടെന്ന് അളക്കുന്നതാണ് ഈ HbA1c. അതാണ് AGEയുടെ ഒരു ഫോമാണ്. എന്ന് പറയുന്ന പോലെ AGEs ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. AGEs എന്താണ്, അതിൻ്റെ ഡൈമെൻഷൻസ്, അതെന്തെല്ലാം രോഗങ്ങളിലേക്ക് വഴിതെളിക്കുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ടൊരു അറിയണം. കാരണം എന്നാലേ നിങ്ങളെല്ലാവരും നമ്മൾ ഈ കഴിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പോളിഷ്ഡ് അരി ഭക്ഷണം അല്ലെങ്കിൽ കപ്പ ഇഷ്ടംപോലെ തിന്ന് വയർ നിറച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന അപകടകരമായ സ്ഥിതിയിലേക്കുള്ള ആ സംഗതികൾ മനസ്സിലാക്കുകയുള്ളൂ. മലയാളിയുടെ ഏറ്റവും മോശം ഫുഡ് എന്ന് പറയുന്നത് ഈ അമിത ചോറും പോളിഷ് ചെയ്ത ചോറും അമിത കപ്പയും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചപ്പാത്തി. പലരും പറയും ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്, പക്ഷെ ചപ്പാത്തിയും ചോറും തമ്മിൽ വെറും 4-5% ഡിഫറൻസേ ഉള്ളൂ. ഇതെല്ലാം ഗ്ലൂക്കോസാണ്. വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പം ഈ AGEs കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ അമൈലോയിഡ്, മുമ്പേ പറഞ്ഞു, ഒരു അമൈലോയിഡ് ബോഡി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ AGEs കൂടിയാണ് അത് ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഡാമേജ് തുടങ്ങുന്നത് അവിടെ. അപ്പോൾ ടോക്സിക് ആകും അത്. അതിൽ നിന്നുണ്ടാകുന്ന പല ദൂഷ്യവശങ്ങൾ വരുമ്പോൾ നമ്മുടെ കോശങ്ങൾക്ക്, ബ്രെയിനിന്റെ ന്യൂറോൺസിന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷനും അതിന്റെ അനലൈസിസും ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ബ്രെയിനകത്ത് ഒത്തിരി മീഡിയേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യാതെ ഒരു നാശത്തിലേക്കും ഡീജനറേഷനിലേക്കും പോകുന്നത്. ഇവിടെ നമ്മൾ ബ്രെയിനിന് 2 തരം, അതായത് നമുക്ക് പെട്രോളും ഡീസലും പോലെ 2 തരം ഫ്യൂവലുണ്ട്. അതിന് 2 തരം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഫ്യൂവലാണ്. ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് കീറ്റോൺസും ആണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, നമ്മളെ കൊഴുപ്പ് ബോഡിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കീറ്റോൺസ് ഉണ്ടാകുന്നത്. ബ്രെയിനിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്യൂവലാണ് കീറ്റോൺസ്. ഇവിടെ എടുത്തു പറയാം, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ബോഡിയിൽ കിട്ടാതെ വരുമ്പോൾ 18 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഫാറ്റിനെ ഡിസോൾവ് ചെയ്ത് അത് ഫാറ്റി ആസിഡ് ആക്കി അതിനെ നമ്മൾ മെറ്റബോളിസത്തിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് കീറ്റോൺസ്. ഈ കീറ്റോൺസ് ആണ് നമ്മുടെ ബ്രെയിൻ കോശങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഫുഡാണ്. ഗ്ലൂക്കോസ് അല്ല. ഗ്ലൂക്കോസ് ഇതിനെ നിലനിർത്തുന്നു, പക്ഷേ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കീറ്റോൺസ് ആണ്. അതുകൊണ്ടാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഉന്മേഷവും ബ്രെയിൻ സെൽസിന് വളരെയധികം ആഹ്ലാദമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആൽഷൈമേഴ്സിനെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ടൈപ്പ് 3 ഡയബറ്റീസ് എന്നും കൂടെ ഒരു പേരുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഗ്ലൂക്കോസുമായിട്ട് ഫുള്ളി കണക്റ്റഡ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു പോകുന്ന ഒരു ഷുഗർ, അതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അവിടെ ഗ്ലൂക്കോസ് കൂടുതലാണ്, പക്ഷെ ഇൻസുലിൻ കൂടുതലല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു 40 വയസ്സാകുമ്പോൾ 50 വയസ്സാകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ട് ഇൻസുലിൻ്റെ ആക്ഷൻ കുറഞ്ഞിട്ട് കുടവയറും എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് വർക്ക് ചെയ്യാതെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകും. ടൈപ്പ് 3 ഡയബറ്റീസിന്റെ എന്താണ്? ഇതിനകത്ത് ഇൻസുലിൻ കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്. അപ്പൊ ടൈപ്പ് 2ലും 3ലും ഇൻസുലിനും കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്. അപ്പൊ നമ്മൾ ടൈപ്പ് 3 ഡയബറ്റീസിനും കൂടെ ഒരു അപരനാമത്താൽ ആൽഷൈമേഴ്സിനെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഇതും ഗ്ലൂക്കോസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്തൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കിയാൽ, നമ്മൾ ഒരു സാധാരണ അഡൽട്ടില് നമ്മുടെ ബോഡിയുടെ ടോട്ടൽ ബോഡി വെയിറ്റ് 70 ആണെങ്കിൽ അതിന്റെ 2%, അതായത് വെറും 2% ഉള്ളൂ നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റ്. പക്ഷെ ഒരു കുട്ടിയിലാണെങ്കിൽ, ഒരു ബേബിയിലാണെങ്കിൽ 10% വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ 100% എനർജി നമ്മൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ 20%ഉം ബ്രെയിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി കുട്ടികളിലാണത് 60%. അതുകൊണ്ട് ഫാസ്റ്റ് ബ്രെയിൻ ഗ്രോത്ത് ആണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്കുണ്ടെന്ന് ആസ്മയായിട്ട് വരുന്ന ഒരു പറയാം, അവന് ഉന്മേഷമില്ല, അവൻ പഠിത്തത്തിൽ മോശം. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്?
അവർക്ക് ഈ ചികിത്സയും ഈ രോഗാവസ്ഥയും കൊണ്ട് അല്ലെ ഇൻഫെക്ഷൻ കൊണ്ട് ആന്റിബയോട്ടിക്സ് കൊണ്ട് അവരുടെ ബ്രെയിൻ ഗ്രോത്ത് എല്ലാം അവിടെ താഴോട്ട് പോവുകയാണ്. അതിനെ ഒരു നിസ്സാരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ അതിനെല്ലാം നോർമൽ വേയിൽ കൂടെ അത് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ അവരിൽ ഇല്ലാതെ വരണം. ഇല്ലാതെ വന്നെങ്കിൽ മാത്രമേ ഈ ബ്രെയിൻ ഗ്രോത്ത് അവിടെ പൂർണ്ണതയിൽ നടക്കുകയുള്ളൂ. നമ്മളുടെ ബ്രെയിനിന്റെ ഓർമ്മ ശക്തി നിലനിർത്തുന്ന ഏറ്റവും വലിയ ഒരു ഏരിയ പേരാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയും. ഹിപ്പോ ക്യാമ്പസിൽ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ എനർജി, അതായത് അത് എത്രമാത്രം എനർജി എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ സാധാരണ ബ്രെയിൻ 20 ആണെങ്കിൽ അഡൽറ്റിൽ ഇത് അതിൻ്റെ 3 ഇരട്ടി, അത് 60% ഹിപ്പോ ക്യാമ്പസ്. അവിടെയാണ് നമ്മുടെ മെയിൻ ഓർമ്മ ശക്തികൾ. അപ്പൊ എത്രമാത്രം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്, എത്രമാത്രം ഡീപ്പറാണ് ഇതിൻ്റെ എല്ലാം. അവിടെയെല്ലാം നമ്മുടെ ഫുഡ്, നമ്മുടെ ജീവിതചര്യ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കീറ്റോൺസിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിൽ കയറണമെങ്കിൽ ഒരു വാതിൽ തുറക്കണം. ഈ വാതിൽ തുറക്കുന്ന പ്രക്രിയയാണ് ഇൻസുലിൻ അവിടെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ കീറ്റോൺസ് അവിടെ ഉപയോഗിക്കണമെങ്കിൽ, ഫാറ്റിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റായി കീറ്റോൺസ് ഒരു വാതിലും തുറക്കണം. അത് നേരെ കോശങ്ങളിലേക്ക് കയറി അതവിടെ പ്രവർത്തിക്കും. അതവിടെ ഫാസ്റ്റായിട്ട് അതവിടെ പ്രവർത്തിക്കാനുള്ള അതിനെയാണ് ഫ്രീ ആക്സസ് എന്ന് പറയുന്നത്. അതിനെ ഒരു റെസ്ക്യൂ ഫ്യൂവൽ എന്നും പറയാറുണ്ട്. കീറ്റോൺസിനെ നമ്മളുടെ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു ഫ്യൂവലാണ് ഈ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇത് സമ്മപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കൂടുതൽ ഗ്ലൂക്കോസ് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടാക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ കോശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബ്രെയിൻ കോശങ്ങളിലേക്ക് ഇത് കയറാതെ വരും. ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അത് കുറയ്ക്കും, ബ്രെയിനിന്റെ നാശത്തിനിടയാക്കും, ബ്രെയിനിന്റെ ഫങ്ഷൻസ് നടക്കുകയില്ല. അങ്ങനെ തദ്വാര ഇതെല്ലാം വന്നിട്ട് നമുക്കൊരു ഡീജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് ആൽഷൈമേഴ്സ് ഉണ്ടാകും, ഡിമെൻഷ്യ ഉണ്ടാവും, ഓർമ്മക്കുറവുണ്ടാവും, ശരീരം ഉണ്ടാവും, പക്ഷെ ബ്രെയിനിന്റെ ഫങ്ഷൻ ഉണ്ടാകില്ല. അപ്പൊ ഈ അപകടകരമായ സ്റ്റേജ് നമുക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതചര്യകൾ ക്രമപ്പെടുത്തുക. അറിവുള്ള ഒരു ഡോക്ടറുമായിട്ട് സംബന്ധിക്കുക. എന്തൊക്കെ വൈറ്റമിൻസ്, എന്തൊക്കെ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്, ഇതെല്ലാം. ഞാനിവിടെ ഒരു കാര്യം കൂടെ എടുത്ത് പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് 97 വയസ്സായി. അമ്മ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് 1 വർഷമായിട്ട് നോക്കുകയാണ്. അമ്മയുടെ ഞാൻ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. അമ്മ, ഞാൻ പറഞ്ഞിട്ടല്ല, എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും ഒക്കെ റിസൾട്ട് കണ്ടിട്ടാണ് അമ്മയ്ക്ക് ഇപ്പോൾ ബ്രെയിൻ ഫങ്ഷനും അമ്മയുടെ ആ നടപ്പും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ ഇമ്പ്രൂവ്മെന്റ് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ അമ്മ ഒരു എന്നോട് പറയുകയാണ്, എൻ്റെ ശരീരത്തിന് എന്ത് വേണമെന്നുള്ളത് ഇപ്പം എനിക്കറിയാം, ആരും എന്നെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കണം. ഇതാണ് യഥാർത്ഥ അറിവുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്. നമ്മൾ അറിവ് കൊടുക്കുന്നു. അറിവിനെ രോഗി അല്ലെങ്കിൽ അത് കേൾക്കുന്നയാൾ ഉൾക്കൊണ്ട് അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ, എൻ്റെ ബ്ലാക്ക് ബട്ടൺ അമർത്തിയാൽ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോയെ പറ്റിയുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.